സ്പോർട്സിൽ പോയാൽ ഇങ്ങനെ നമ്മുടെ സ്വഭാവം ചീത്തയാകുന്നൊരു ചിന്തയായിരുന്നു ആദ്യകാലത്തൊക്കെ ഉണ്ടായത്. സാധാരണ ഈ വേഷത്തിൽ ചാടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. സൽമാന്റെ ഛായ അതും പറഞ്ഞൊരു സംഭവത്തിലാണ് ശരിക്കും കൂടുതലും വൈറലായത്. ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ രാജ്യമല്ലേ ഇന്ത്യ. അപ്പൊ അവരവരുടെ മതത്തിൽ അവരവർ വിശ്വസിക്കുക. മനുഷ്യന്റെ വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കാറില്ല അധികം. കൊച്ചിനെ ഞാൻ കൈയൊഴിഞ്ഞിട്ടില്ല. എനിക്കത് സഹിക്കാൻ വല്ലാത്തൊരു കാര്യം. PT പീരീഡ് എന്ന് പറയുമ്പോൾ അധ്യാപകർക്ക് കൂടുതലും വിഷയങ്ങളൊക്കെ എടുക്കുന്നവർക്ക് ഒരു പുച്ഛമാണ്. വോയിസ് ഓഫ് കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹർഡിൽസിൽ സ്വർണ്ണ മെഡൽ നേടിയ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്ന സിസ്റ്റർ സബീനയാണ് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം. അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് ശരിക്കൊരു തോന്നുന്നത്? ഇത്രയും വൈറലായപ്പോൾ പ്രതീക്ഷിച്ചായിരുന്നോ ഇത്രയും വൈറലാവുന്നു? ഇല്ല, ഞാൻ ജസ്റ്റ് മാസ്റ്റേഴ്സ് മീറ്റിന് വേണ്ടിയിട്ട് പോയതല്ല. ഞാൻ ഓർക്കുമായിരുന്നു ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റാണ് മാർച്ചിൽ. അപ്പം തീരുന്നതിന് മുമ്പ് എൻ്റെ ഈവൻറ്റിലൊന്ന് പങ്കെടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അന്നേരം ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ് മീറ്റ് നമ്മുടെ വയനാട്ടിൽ വെച്ച് വന്നു. അപ്പം അങ്ങനെ പോയി പങ്കെടുത്തതാണ്. എത്രാമത്തെ വയസ്സിലാണ് അപ്പോൾ സിസ്റ്ററിന് ഇങ്ങനൊരു സ്പോർട്സിലേക്കുള്ളൊരു ഇഷ്ടമൊക്കെ വന്നത്? ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അതിന് തുടക്കം. ലൂക്കാസ് സാർ എന്ന് പറഞ്ഞ ഒരു കായികാധ്യാപകനാണ് എന്നെ ആദ്യമായിട്ട് സ്പോർട്സിലൊക്കെ പങ്കെടുപ്പിച്ചത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ പോകുന്നത്. 8ാം ക്ലാസ് 9, 10. അത് കഴിഞ്ഞ് പാലക്കാട് മേഴ്സി, പിന്നെ ഗവൺമെൻറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഈസ്റ്റിൽ. അവിടുന്ന് 91 ഞാൻ പാസ്സായി. അതിനുശേഷം എംപ്ലോയ്മെൻറ്റിൽ തന്നെ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന സ്കൂളിൽ എംപ്ലോയ്മെൻറ്റിൽ കയറി. അവിടെ തായ്നൂർ ഗവൺമെൻറ് ഹൈസ്കൂൾ തായ്നൂർ, അവിടെ ആദ്യം ജോലി ചെയ്തത്. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് PSC എഴുതി. പിന്നെ 93 ഞാൻ കോൺവെൻറ്റിൽ ചേർന്ന് അവിടെ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്ത്. പിന്നെ PSC ലിസ്റ്റിലുണ്ടായിരുന്നു 1ാം റാങ്കിൽ. അതിനുശേഷം ഇവിടെ കോൺവെൻറ്റിൽ ചേർന്നതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റൊക്കെ വരുന്നതൊക്കെ. അത് പിന്നെ വേണ്ടാന്ന് വെച്ച് ഞാൻ കോൺവെൻറ്റിൽ ചേർന്നു. ഈ സ്പോർട്സിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ ആരാണ്? ഇൻസ്പിറേഷൻ എൻ്റെ ലൂക്കാസ് സാറാണ്. എന്നെ വേറെ പേരൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു, എങ്കിലും സാറാണ് എന്നെ ഇങ്ങനെ പറഞ്ഞൊക്കെ വിടുന്നത് ആദ്യം. ഈ കുഞ്ഞിലേക്ക് ഈ സ്പോർട്സിലേക്കൊക്കെ കടന്നപ്പോൾ ഇങ്ങനെ പാരൻസിൻ്റെ അല്ലാതെ തന്നെ നാട്ടുകാരെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നോ അങ്ങനെ സ്പോർട്സിലൊന്നും പോവണ്ട എന്നൊക്കെ ഉള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? സ്പോർട്സിൽ പോയാൽ ഇങ്ങനെ നമ്മുടെ സ്വഭാവം ചീത്തയാകുന്നൊരു ചിന്തയായിരുന്നു ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും ഇല്ല. നമ്മുടെ സ്വഭാവ രൂപീകരണവും എല്ലാം അവിടെ നടക്കും. നമ്മൾ അതിൽ കോൺസെൻട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് പോകേണ്ട കാര്യം വരുന്നില്ലല്ലോ. പഠനം, സ്പോർട്സ്, അങ്ങനെ അങ്ങ് പോകും. കന്യാസ്ത്രീ ആവുന്ന സിസ്റ്ററിന്റെ സ്വന്തം തീരുമാനത്തിലായിരുന്നു? അതെ, സ്വന്തം തീരുമാനമായിരുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് അപ്പോൾ ഇത്രയും ഒരു മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാതിരുന്നത് ഒരു കാലഘട്ടത്തിൽ? കോൺവെൻറ്റിൽ ചേർന്ന് ഞാൻ 93 കോൺവെൻറ്റിൽ ചേർന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ഈ ഫോർമേഷൻ പീരീഡ് ആണല്ലോ, അത് കഴിഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് ഏജൻസിയുടെ കീഴിലുള്ള മാനന്തവാടി രൂപതയുടെ കീഴിലുള്ള അവിടെ ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് 2000 CKHS മണിമൂളി എന്ന് പറഞ്ഞ സ്കൂളിൽ പോയി ജോയിൻ ചെയ്തു. പിന്നീട് നമ്മൾ അങ്ങനെ സാഹചര്യം വന്നിട്ടില്ല. കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുന്നതല്ലാതെ ഞാൻ പേഴ്സണലി നമ്മൾക്ക് ചെയ്യാനൊരു സാഹചര്യം വരാത്തത് കൊണ്ടും. പിന്നെ ഒരു പ്രാവശ്യം 2006 നടത്തിയ എറണാകുളത്ത് വെച്ച സ്കൂൾ സ്പോർട്സിൽ സ്റ്റേറ്റ് അതിൽ പങ്കെടുത്തിരുന്നു. അന്നേരം 2ാം സ്ഥാനം 200 മീറ്ററിന് കിട്ടിയിരുന്നു. പിന്നെ പങ്കെടുക്കുന്ന ഈ മാസ്റ്റേഴ്സ് സ്റ്റേറ്റിന് ഈ നമ്മുടെ കൽപ്പറ്റ വെച്ചുള്ള അതിലാണ് പങ്കെടുക്കുന്നത്. ഗോൾഡ് മെഡലൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു ശരിക്കും? ഇല്ല, ഞാൻ അങ്ങനെ ഒട്ടും വിചാരിച്ചില്ല. ഒരു രസം പോലെ, അതായത് ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ ശരിക്കും ചാവലും ഹാമറും എറിയാമെന്ന് വിചാരിച്ചാൽ പോയേ. അവിടെ ചെന്നപ്പോൾ ഈ ഹഡിൽ നിരത്തി വെച്ച് കണ്ടപ്പോൾ എൻ്റെ ഈവൻ്റ് ആയപ്പോൾ നമുക്കൊരു ആവേശം തോന്നി. പിന്നെ ദൈവം ഇങ്ങനെ എന്നെ ചെയ്യിച്ച പോലെ എനിക്ക് തോന്നി. തമ്പുരാൻ്റെ എന്നെ പൊതിഞ്ഞ് സൂക്ഷിച്ച പോലെ എനിക്ക് തോന്നി. അല്ലെങ്കിൽ സാധാരണ ഈ വേഷത്തിൽ ചാടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ എനിക്ക് എല്ലാം ഇങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് അങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റി ദൈവത്തിൻ്റെ കൃപയാൽ. അത് കണ്ടു നിൽക്കുമ്പോഴും എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു, എന്തെങ്കിലും വീഴോ എന്നൊക്കെ ഉള്ളൊരു അതിൻ്റെതായ ഒരു ഇതുണ്ട്, കോസ്റ്റ്യൂം ഉണ്ടല്ലോ. അപ്പൊ അത് ഇടണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ സമയത്താ
ഇല്ല അങ്ങനെ ഞാൻ 2 മീറ്റും ഈ ഡ്രസ്സിൽ തന്നെ ചെയ്തത്. ഓക്കെ ആയിരുന്നു, അപ്പോൾ കംഫർട്ടബിൾ ആയിരുന്നു ചാടാൻ? ഓടാൻ പിന്നെ അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. എന്നാലും എനിക്കത് ഒരു ശക്തി പോലെ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഓൾറെഡി സമർപ്പണം ചെയ്യപ്പെട്ടവരായതുകൊണ്ട് നമുക്ക് നമ്മുടെ വസ്ത്രവും അതൊന്നും നമുക്കൊരു തടസ്സമായിട്ട് തോന്നിയിട്ടില്ല. എന്നാലും ആ നേരത്തെ ചാടുമ്പോൾ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഇതാവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു? പേടിയെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ നിൽക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ എന്നെ ശക്തിപ്പെടുന്ന ഈശ്വരനോട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ആ ഒരു വചനം എനിക്കിങ്ങനെ ഇത് ചെയ്യാൻ എനിക്ക് ശക്തി ലഭിച്ചത്. ഇപ്പോൾ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേരും എന്താ അവരെ ചെറുപ്രായത്തിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നത്തെ കാലത്തും. ഇപ്പോൾ വയസ്സാവുമ്പോഴും ഡാൻസ് കളിക്കുന്നത്, പടം വരയ്ക്കുന്നത്, അതുപോലെ സ്പോർട്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റാതെ പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ സിസ്റ്ററിന് എന്താ പറയാനുള്ളത്? ഞാൻ പറയുന്നത് ഒരിക്കലും അങ്ങനെ ഇരിക്കരുത്. നമ്മൾ ഇറങ്ങണം. നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളിൽ ഉണ്ടാകുകയും നമുക്കെല്ലാം തരണം ചെയ്യാൻ പറ്റും. ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടെ ചെയ്യണം, ഇരിക്കരുതെന്നാണ് എൻ്റെ ഒരു. ഇപ്പോൾ ഈ എക്സാമ്പിൾ, ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ തന്നെ രാവിലെ കുറച്ച് നേരം നമുക്ക് ഇഷ്ടമുള്ള ഗെയിം കളിക്കാമല്ലോ. അപ്പം നമ്മൾ ശാരീരികവും മാനസികമായ ഒരു ഉണർവും ഉന്മേഷവും നമുക്ക് ലഭിക്കും. നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല ഓക്കെ ആയിട്ട് ഒരു റിതമിക്കായിട്ട്, അതായത് ഓരോ ദിവസവും ഒരു ഒരു ടൈം ടേബിളോട് കൂടി ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഉഷാറ് കിട്ടും, നല്ലൊരു ഉന്മേഷം കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഒരു ജീവിതം മൊത്തം നമുക്ക് നന്നായിട്ട് പോകാൻ പറ്റും. ഇന്നത്തെ കാലത്തും ഒരുപാട് കുട്ടികൾക്ക് തന്നെ സ്പോർട്സ് എന്നുള്ളത് ജസ്റ്റ് ഒരു ക്ലാസ് കട്ട് ചെയ്ത് കളിക്കുക എന്നുള്ളൊരു സംഭവം അല്ലാതെ അത് സ്പോർട്സ് ആയിട്ട് കാണുന്ന ഒരു ജനറേഷനാണോ ഇന്നത്തെ കാലത്ത്? ഇല്ല, അവർ ജസ്റ്റ് അവരുടെ റിലാക്സേഷൻ വേണ്ടി ജസ്റ്റ് കളിക്കും. ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പിള്ളേർ ആരും തന്നെ പരിശ്രമിക്കുന്നില്ല. പിന്നെ കുറച്ച് കുട്ടികളുണ്ട് ഇങ്ങനെ. ഇവിടുത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുട്ബോൾ അവർക്ക് മെയിനായിട്ട്. അപ്പം നമ്മളൊരു ഹാർഡ് വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പം ഈ അത്ലറ്റിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യണം. ഈ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പിള്ളേർക്ക് മടുപ്പാണ്. അപ്പോൾ അതേസമയം ഒരു ഫുട്ബോളോ അങ്ങനെയും കൊടുക്കുകയാണെങ്കിൽ അവർ ജസ്റ്റ് ചുമ്മാ കളിക്കാൻ ഇഷ്ടമാണ്. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നയിക്കത്തക്ക വിധത്തിൽ ഇവിടെ തന്നെ ഇപ്പം നമ്മുടെ തൈക്കോണ്ടയുണ്ട്. തൈക്കോണ്ട ഈ ഇവിടെ പുതിയത് തുടങ്ങിയതാണേ. അപ്പോൾ ഈ വർഷം ബ്രോൺസ് മെഡൽ, കഴിഞ്ഞ വർഷം ബ്രോൺസ് മെഡൽ നാഷണൽ ലെവലിൽ വെച്ചൊരു കൊച്ചുണ്ട്. പിന്നെ ഈ വർഷം 2 സ്റ്റേറ്റ് ബ്രോൺസ് മെഡലുണ്ട്. അങ്ങനെ കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓരോ ഗെയിമിലോട്ട് പിള്ളേരെ തിരിച്ചു വിടും. അപ്പോൾ ഇവരുടെ ശ്രദ്ധയെല്ലാം ഇതിലോട്ട് വരുമല്ലോ. പിന്നെ വൈകുന്നേരങ്ങളിലാണെങ്കിലും നമ്മൾ ഈ ഉന്നതിയിലൊക്കെയുള്ള പിള്ളേരൊന്നും ഇങ്ങനെ നിൽക്കില്ല. അപ്പോൾ അവർക്ക് ഇത് വൈകുന്നേരം ബോൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ PT ഉള്ള ദിവസം പ്രത്യേകം ക്ലാസ്സിൽ വരികയും വൈകുന്നേരം കുറേ സമയം നിന്ന് കളിക്കും പിള്ളേരുടെ കൂടെ. അപ്പം നമുക്കും ഒരു സന്തോഷം. ഞാൻ ചിലപ്പോൾ അവരോട് കളിക്കാനൊക്കെ കൂടും. അങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനി വരും തലമുറകളോട് എനിക്ക് പറയാനുള്ളത് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യണം. അതേസമയം ഞാനിപ്പോൾ പറഞ്ഞു വിട്ടായി 9 ആദ്യം തരിയോട് സ്കൂളിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് UP എന്ന് പറഞ്ഞു വിട്ട സ്പോർട്സ് ഡിവിഷനിൽ പറഞ്ഞു വിട്ട ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ജീന PS എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ട്, അനിലയുണ്ട്, അമലുണ്ട്. അത് മണിമൂളിയിലെ കുട്ടിയാണേ. അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ട് നല്ല നിലയിൽ എത്തിയിട്ട് ഇങ്ങനെ ഇപ്പോഴും എന്നെ വിളിക്കുകയും ടീച്ചർ അന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ. മടി ഉണ്ടെങ്കിലും അവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കയറ്റി വിടുമ്പോൾ അവർ ഒരുപാട് പേര് രക്ഷപ്പെട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, റെയിൽവേയിൽ അങ്ങനെ ഒരുപാട് ജോലി കിട്ടിയ പിള്ളേരുണ്ട്. അപ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ, ഇപ്പോൾ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ തന്നെ PT പീരീഡ് എന്ന് പറയുമ്പോൾ അധ്യാപകർക്ക് കൂടുതലും വിഷയങ്ങളൊക്കെ എടുക്കുന്നവർക്ക് ഒരു പുച്ഛമാണ്. അതായത് അത് നിങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പോവാണ്, ചുമ്മാ കളിക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതും മാറ്റി ക്ലാസ് എടുക്കുന്നതുണ്ട്. PT പീരീഡ് ആണെങ്കിൽ അത് ഫ്രീ പീരീഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം അങ്ങനെയുള്ളതിനൊക്കെ സിസ്റ്റർ എങ്ങനെയാണ് അപ്പോൾ പറയാം? അങ്ങനെയുണ്ട്. അപ്പം എൻ്റെ ഒരു ചിന്ത, എനിക്ക് അലോട്ട് ചെയ്യപ്പെട്ട പീരീഡ് ഞാൻ ഒരിക്കലും ആർക്കും കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുകയില്ല. അത് എൻ്റെ പീരീഡാണ്. അപ്പോൾ ഞാനത് മാക്സിമം എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അവർക്ക് ഗെയിംസ് ആയിട്ടോ. പിന്നെ ആ കുട്ടികൾ ഈ സ്കൂളിലോട്ട് വരുന്നത് തന്നെ ഈ ഒരു PT പീരീഡിന് വേണ്ടിയായിരിക്കും ചിലരൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് ഉന്നതിയിലെ പിള്ളേരും അല്ലാത്ത പിള്ളേരും ഉണ്ട് ഈ ഒരു സ്പോർട്സ് കളി പ്രതീക്ഷിച്ച് വരുന്ന പിള്ളേർ. അപ്പം ഞാൻ പറയുന്നത്, കായികാധ്യാപകരെന്ന് പറയുമ്പോൾ വലിയ വിലയൊന്നുമില്ല എങ്കിൽ പോലും ആ കുട്ടികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള കായികാധ്യാപകരാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. മറ്റവരല്ലെന്നല്ല ഞാൻ പറയുന്നത്.
പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടവും സന്തോഷവും ഈ പി ടി പീരീഡ് ആണെന്ന് ഞാൻ കരുതുന്നത്. സ്പോർട്സിലായാലും ഇപ്പൊ ഏതെങ്കിലും ആയാലും ഇപ്പൊ ഒരുപാട് പേര് മതം കലർത്തി സംസാരിക്കുന്ന ഒരു പ്രകൃതമുണ്ട്. അവരോടൊക്കെ സിസ്റ്റർ എന്താ ഒറ്റവാക്കി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? അവരവരുടെ ഇന്ത്യ ഒരു സ്വാതന്ത്ര്യ രാജ്യമല്ലേ ഇന്ത്യ. അപ്പം അവരവരുടെ മതത്തിൽ അവരവർ വിശ്വസിക്കുക. നമുക്കാരെയും ഒന്നും പറയാനോ അന്ന് തരുത്താനൊന്നും പാടില്ല. നമുക്ക് കിട്ടിയ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അവരെ അങ്ങനെയല്ല. നമുക്ക് ഓരോരുത്തർക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ മതത്തിൽ വിശ്വസിക്കാനും അല്ല. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് അവരവരുടെ മതത്തിൽ വിശ്വസിച്ച് കലഹമില്ലാതെ സമാധാനത്തിൽ ജീവിക്കുക. പിന്നെ ഇതുപോലെ തന്നെ സിസ്റ്ററിൻ്റെ വൈറലായിട്ടുള്ള ഫോട്ടോ ആണ് ഈ സ്പോർട്സിൽ. അപ്പം അതിനകത്ത് ദുൽഖർ സൽമാൻ്റെ ഛായ അതും പറഞ്ഞൊരു സംഭവത്തിലാണ് ശരിക്കും കൂടുതലും വൈറലായത്. അത് കണ്ടപ്പോൾ സിസ്റ്ററിന് എന്താ തോന്നിയത്? ഞാൻ ശരിക്കും ആ കമൻറ്റ് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. ഞാൻ അങ്ങനെ ഇങ്ങനെ പറയുന്ന കേട്ടതല്ലാതെ അത് ഞാൻ പറഞ്ഞ നന്മയും തിന്മയും പറയും. അപ്പം ഞാനത് മൈൻഡ് ആക്കാറില്ല മോനെ. നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ, നമ്മൾ ആ സമർപ്പണം, ആ സമർപ്പണത്തിൽ വിശ്വസിച്ചുകൊണ്ട് മനുഷ്യൻ്റെ വാക്കുകൾക്ക് ഞാൻ വില കൊടുക്കാറില്ല അധികം. ചീത്ത പറയുന്നവർ, മോശം പറയുന്നവർ എപ്പോഴും പറയും, നന്മ പറയുന്നവർ പറയും. ആ രണ്ടും എനിക്ക് ഒരുപോലെ തോന്നുന്നത്. ഇപ്പം നമ്മളെ ഇത്രയും പുകഴ്ത്തിയവർ തന്നെ ഇനി ഒരു ഇത് വരുമ്പം നമ്മളോട് എന്താ പറയുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് വിജിലൻ്റ് ആയിരിക്കുക. എതിലേ വരുന്നതെന്ന് അറിയത്തില്ല, എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുക, അത്രയേ ഉള്ളൂ മോനെ. അതായത് പിന്നെ സാധാരണ പാവപ്പെട്ട കുട്ടികളാണ് സാധാരണ സ്പോർട്സിൽ പങ്കെടുക്കുക. വലിയ ഹൈ ലെവലൊന്നും എടുക്കൂല എന്നാണ് എൻ്റെ ചിന്ത. എന്നാലും ചിലരൊക്കെ എടുക്കും. അപ്പം സാധാരണ ഇവിടെ പിന്നെ കഴിവുള്ള കൊച്ചുങ്ങളെ കണ്ടെത്തിയിട്ട് അവരുടെ വീട്ടുകാർ ചിലപ്പോൾ സമ്മതിക്കത്തുണ്ടാവില്ല. അപ്പോൾ അവരെ ആരും അറിയാതെ ഞാൻ സ്വന്തം ആരുടെയെങ്കിലും കൈ പൈസയൊക്കെ വാങ്ങിച്ച് ഇവരെ കൊണ്ടുപോയി പരിശീലിപ്പിച്ച് പ്രൈസൊക്കെ വന്ന കേസുകളുണ്ട് ഇവിടെ തന്നെ. ഇപ്പം ഞാനത് പറയുമ്പോൾ ഇനി എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അങ്ങനെയാണ് നാഷണൽ ബ്രോൺസ് വന്ന ഒരു കുട്ടിയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല മോനെ. അപ്പോൾ അങ്ങനെയുണ്ട് സംഭവങ്ങൾ. അതുപോലെ മത്സരിക്കാൻ പറ്റാതെ പോയ കുട്ടികളും ഉണ്ടോ? പറ്റാതെ പോയ കുട്ടികളെ ഞാൻ ചെയ്തിടത്തോളം കാലങ്ങളിൽ ഒരു കുട്ടീനെ ഞാൻ അങ്ങനെ ആഗ്രഹമുള്ള കുട്ടീനെ എൻ്റെ സ്വന്തം റിസ്കിൽ കൊണ്ടുപോയി ഇപ്പം ഞാൻ പങ്കെടുപ്പിക്കും. ഒരു കൊച്ചിനെ ഞാൻ കൈയൊഴിഞ്ഞിട്ടില്ല. എനിക്കത് സഹിക്കാൻ വല്ലാത്തൊരു കാര്യമാണ്. ഞാൻ അവരെ ഉപേക്ഷിച്ച് കളയല. എന്നെ കഴിയുന്ന വിധത്തിൽ ഞാൻ ആ കൊച്ചുങ്ങളെ കൊണ്ടുപോയിരിക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് കോപ്പറേറ്റ് ചെയ്തിരുന്ന സിസ്റ്റർക്ക് ഒരുപാട് താങ്ക്സ്. താങ്ക് യു കേട്ടോ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.